നമസ്കാരം, ഞാൻ ബിജീഷ് വള്ളൂർ. നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ദിവസങ്ങളിൽ നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റിനെ നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാം, എങ്ങനെയാണ് ഈ ഒരു ട്രെൻഡ് മാനേജ് ചെയ്യേണ്ടത്. അതിന് മുൻപ് തന്നെ കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റിൽ സംഭവിച്ചു നോക്കുക. നമ്മൾ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ ഒരു വർക്കിംഗ് നോക്കുക. ബാങ്ക് നിഫ്റ്റി ഏതൊരു ലെവലിൽ നിന്നാണ് ബൗൺസ് ചെയ്തത്. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോസ് കാണാത്തവർ ജസ്റ്റ് ഒന്ന് വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക. കാരണം നിഫ്റ്റിനായാലും മാനേജ് ചെയ്യേണ്ട എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാൻ നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന സപ്പോർട്ട് എത്രയാണെന്ന് ശ്രദ്ധിക്കുക. നിഫ്റ്റി ഏതൊരു ലെവലിൽ നിന്നാണ് ബൗൺസ്, വലിയൊരു ഫാൾ വന്നതിന് ശേഷം നമ്മൾ ഈ ഒരു ലെവലിൽ റെസിസ്റ്റൻസ് നമ്മൾ നൽകിയിരുന്നു. വലിയൊരു ഫാൾ വന്നതിന് ശേഷം നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു ഏരിയയിൽ നിന്ന് എക്സാക്റ്റ് ആയിട്ട് ബൗൺസ് ചെയ്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. വീഡിയോ മിസ്സായവർക്ക് ട്രേഡുകൾ മിസ്സായി കാണും. കാരണം കഴിഞ്ഞ ദിവസത്തെ അപ്ഡേറ്റിൽ നമ്മൾ എക്സാക്റ്റ് ആയിട്ട് സൂചിപ്പിച്ചിരുന്നു റൈറ്റ് സപ്പോർട്ട് എന്നുള്ളൊരു ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാം. നിഫ്റ്റിയിലും സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഡെയിലി ടൈം ഫ്രെയിമിലെ ഗ്രാഫിൽ കാണിച്ചു തരാം. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ നൽകിയിരുന്നത് 21,200 നമ്മൾ സപ്പോർട്ട് നൽകിയിരുന്നത്. ഇത് നിഫ്റ്റിയുടെ ഡെയിലി ഗ്രാഫാണ്. എലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം നിഫ്റ്റിയിലും മൊമെന്റം ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ലെവല് ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഈ ഒരു ഏരിയയിലെ സപ്പോർട്ട് നമ്മൾ മുൻപത്തെ വീക്കിൽ നമ്മൾ നൽകിയിരുന്നു. മാത്രമല്ല ഹയർ ലെവലിലേക്കായാലും ഇതൊരു പോസിറ്റീവ് മൊമെന്റ് ആണ്. ഈ ഒരു പോസിറ്റീവ് മൊമെന്റ് നിലനിർത്താനായിട്ടുള്ള സപ്പോർട്ടുകൾ നമ്മൾ സൂചിപ്പിച്ചിരുന്നത് 23,200 നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. 23,200 ഇതിന് മുകളിൽ ഹോൾഡിംഗ് ബേസിസിൽ നിലനിർത്തുന്നിടത്തോളം കാലം ഈ ഒരു ട്രെൻഡ് തുടരും. പക്ഷെ ഇതിനൊരു താഴത്തേക്ക് നിലനിർത്തി കഴിഞ്ഞാൽ കുറച്ചൊരു ഡേഞ്ചർ ആയിരിക്കും സിറ്റുവേഷൻ. ഇത് നമ്മളത് സൂചിപ്പിച്ചായിരുന്നു. പക്ഷെ കഴിഞ്ഞ ആഴ്ചകളിലൊന്നും 23,200 താഴത്തേക്ക് നിഫ്റ്റി നിലനിർത്തിയിട്ടില്ല. അപ്പൊ വരും ആഴ്ചകളിലായാലും നിഫ്റ്റിനെ മാനേജ് ചെയ്യുമ്പോൾ ഇതെല്ലാം സപ്പോർട്ട് ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. എക്സാക്റ്റ് ആയിട്ട് 23,100, 23,200 ഈ റേഞ്ചിന് ഇടയ്ക്കാണ് എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് നെക്സ്റ്റ് ഡേയിൽ അപ്ഡേറ്റ് ചെയ്യാം. പക്ഷെ ഈ ഒരു ലെവലിൽ നിന്ന് ഇൻകേസ് ഒരു താഴത്തേക്ക് വന്നാൽ ഈ ഒരു ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്യാനായിട്ടൊരു സാധ്യമായിട്ടുള്ള ഒരു ഏരിയ എന്ന് മനസ്സിലാക്കാം. പക്ഷെ 23,200 താഴത്തേക്ക് നിലനിർത്തിയാലാണ് ഇപ്പൊ വരും ദിവസത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് മാർക്കറ്റിന്റെ ട്രെൻഡ് റിവേഴ്സൽ ഓരോ ദിവസം ഒരു ക്ലോസിംഗ് അനുസരിച്ച് ഈ ഒരു റിവേഴ്സൽ പോയിന്റിൽ മാറ്റങ്ങൾ വരും. അപ്പൊ അതിനനുസരിച്ച് കൃത്യമായിട്ട് ഓരോ ദിവസത്തെ ഒരു അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കാം. അപ്പൊ നിഫ്റ്റിയിലായാലും ഈ ഒരു റേഞ്ചിന്റെ ഇടയിലാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് കാണുന്നത്. അപ്പോൾ ഇൻട്രാഡേയിൽ നമുക്ക് നോക്കാം. ഇൻട്രാഡേയിൽ നമുക്ക് മാനേജ് ചെയ്യേണ്ട രീതികൾ നമുക്ക് നോക്കാം. ഇൻട്രാഡേയിൽ ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് നോക്കാം. ഇതൊരു 5 മിനിറ്റ് ടൈം ഫ്രെയിം ആണ്. 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നിഫ്റ്റിയുടെ റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ്. നിഫ്റ്റിനെ മാനേജ് ചെയ്യുമ്പോൾ മാനേജ് ചെയ്യേണ്ട രീതി ശ്രദ്ധിക്കുക. കാരണം വരും ദിവസങ്ങളിലായാലും മാർക്കറ്റിനെ മാനേജ് ചെയ്യാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. പറയുന്നൊരു പ്ലാൻ കൃത്യമായിട്ട് മനസ്സിലാക്കി മാത്രമാണ് നിങ്ങൾക്ക് മാർക്കറ്റിനെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുക. ഇപ്പോൾ നിഫ്റ്റിയിലും 23,440, അതായത് 23,440 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നിടത്തോളം നിഫ്റ്റി പോസിറ്റീവ് ആയിരിക്കും. അതായത് ഇൻ കേസ് ഈ ഒരു ലെവലിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി 23,440 ഒരു താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താൽ മാത്രം, താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു ലെവലാണ്, സപ്പോർട്ടിലാണെങ്കിൽ ബൗൺസ് ചെയ്യാനാണ് സാധ്യത. ഈ ഒരു ലെവലിൽ നിന്ന് ബൈക്ക് മാത്രമാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. ഹയർ ലെവലിൽ നമുക്ക് റെസിസ്റ്റൻസ് നൽകാനായിട്ട് സാധിക്കില്ല. സ്റ്റോപ്പ് ലോസ് ഇത് തന്നെയായിരിക്കണം നമ്മൾ നിലനിർത്തേണ്ട ഒരു സ്റ്റോപ്പ് ലോസ്. അതുപോലെ തന്നെ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് 23,440 ഒരു താഴെയാണെങ്കിൽ ചെറിയ ടൈമിലെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. നമ്മുടെ തൊട്ടടുത്ത് റെസിസ്റ്റൻസ് നൽകിയിട്ടുണ്ട്. തൊട്ടടുത്ത് റെസിസ്റ്റൻസ്, അതായത് ജസ്റ്റ് ഒരു 20 പോയിന്റ് ഡിഫറൻസിലാണ് ഇവിടെ സപ്പോർട്ട് നൽകിയിരിക്കുന്നത്. കാരണം മാർക്കറ്റിന്റെ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ്. മാർക്കറ്റ് ഒരു ചെറിയൊരു മൊമെന്റത്തിലാണ് നിൽക്കുന്നത്. ചെറിയൊരു റേഞ്ചിൽ നിൽക്കാനായിട്ടൊരു സാധ്യത വളരെ കൂടുതലാണ്. ഈ ഇൻ കേസ് വോളറ്റാലിറ്റി കൂടുകയാണെങ്കിൽ ഈ ഒരു റേഞ്ച് വളരെ ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്ത് പോകും. അപ്പൊ നമ്മൾ സാധാരണ പറയുന്ന പോലെ തന്നെ ഇൻ കേസ് ഇവിടെ നിന്ന് ഒരു ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്താൽ
ക്യുക്കായിട്ട് 23,420 താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ മാർക്കറ്റിന് ഒരു വോളറ്റാലിറ്റി കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഈ ഒരു റേഞ്ച് ഹോൾഡ് ചെയ്തുകൊണ്ട് ഇതിന്റെ മുകളിലേക്ക് 23,440 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബയർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. പ്രത്യേകം ഈ ഒരു രീതിയിൽ മാനേജ് ചെയ്യുക. അതുപോലെ തന്നെ 23,420 440 ഇടയിലാണെങ്കിൽ ട്രേഡ് ചെയ്യാതിരിക്കുക. ഈ ഒരു റേഞ്ചിൽ നിന്ന് എങ്ങോട്ടാണ് ബ്രേക്ക് ചെയ്യുന്നത് അതിനനുസരിച്ച് ട്രേഡുകൾ മാനേജ് ചെയ്യുക. 23,420 താഴെ ഒരു ഓപ്പണിംഗ് ചെറിയ ടൈമിന്റെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ക്വിക്ക് ആയിട്ടുള്ള ഒരു ഫാള് മാർക്കറ്റിൽ കിട്ടും. ഇൻ കേസ് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് 23,365 സപ്പോർട്ടിലാണ്. വെയിറ്റ് ചെയ്യുക. 395 മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. ബയർ ഓപ്പർച്യൂണിറ്റി ഈ ഒരു ലെവലിൽ നിന്ന് മാത്രമാണ് ബയർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഇങ്ങനത്തെ റേഞ്ചിന്റെ ഇടയിൽ നിന്ന് ബയർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാതിരിക്കുക. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു തൊട്ടടുത്ത ഒരു സപ്പോർട്ട് ലെവൽ നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു 10 പോയിന്റ് ഡിഫറൻസിലൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായാലും ഓപ്പൺ ചെയ്യുമ്പോൾ, അതായത് ഈ ഒരു ലെവൽ ഹോൾഡ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ദിവസത്തെ ഒരു മാർക്കറ്റ് മാനേജ് ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കും. നെക്സ്റ്റ് ഡേയിൽ ഒരു അപ്ഡേറ്റ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞു തരാം. അപ്പോൾ മാർക്കറ്റ് വർക്ക് ചെയ്യാനായിട്ടൊരു സാധ്യതയുണ്ട്. മാർക്കറ്റിന്റെ ആയാലും VX ഇങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ചെറിയൊരു റേഞ്ചിന്റെ ഉള്ളിൽ ചിലപ്പോൾ നിലനിൽക്കും. ഇത് ഒരു ഇമ്പോർട്ടന്റ് സപ്പോർട്ടാണ്. ഇൻ കേസ് 23,200 താഴത്തേക്ക് പോയാലും തിരിച്ച് ഇതിന്റെ മുകളിലേക്ക് 23,205 മുകളിലേക്ക് കയറി കഴിഞ്ഞ ബയർ ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ തന്നെ 23,260 മുകളിലേക്ക് വീണ്ടും സസ്റ്റെയിൻ ചെയ്താൽ ബയർ ഓപ്പർച്യൂണിറ്റിയാണ്. ലോവർ ലെവല് ഇതിന്റെ താഴെ പോയതിന് ശേഷം തിരിച്ചതിന്റെ മുകളിലേക്ക് കയറിയാലാണ് സ്ട്രെങ്ത് മാർക്കറ്റിൽ ബൈക്ക് കൂടുതൽ സ്ട്രെങ്ത് കിട്ടുക. അപ്പോൾ എപ്പോഴും സപ്പോർട്ടിനുള്ള ഒരു ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകാവുന്നതാണ്. നല്ല സപ്പോർട്ടിനുള്ള ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകാവുന്നതാണ്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്ന പ്രത്യേകം ശ്രദ്ധിക്കുക. സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടാണോ സപ്പോർട്ട് ഒരു താഴെയാണോ നിലനിൽക്കുന്നത് അതിനനുസരിച്ച് എപ്പോഴും ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന ഒരു റേഞ്ച് വളരെയധികം പ്രത്യേകം നോട്ട് ചെയ്യുക. അതായത് തൊട്ടടുത്ത് ജസ്റ്റ് നൽകിയിട്ടുണ്ടായിരിക്കും, റേഞ്ച് നൽകിയിട്ടുണ്ടായിരിക്കും. ആ റേഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഇൻ കേസ് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ചെയ്യുക. ട്രേഡിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കില്ല. ചെറിയ ടൈമിൽ ലോ താഴോട്ട് ബ്രേക്ക് ചെയ്ത ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സപ്പോർട്ടിൽ നിന്നുള്ള ഒരു എൻട്രിക്കാണ് എപ്പോഴും നല്ലൊരു ബയർ ഓപ്പർച്യൂണിറ്റിയോ ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റിക്കൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്നത്. അതാണ് റൈറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. ഫിൻനിഫ്റ്റി നോക്കാം. ഫിൻനിഫ്റ്റി ഒക്കെ ഇന്നത്തെ ഒരു മൂവ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ എക്സാക്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് ഫിൻനിഫ്റ്റി നിലനിൽക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അതായത് ഫിൻനിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റി ആയാലും, ഫിൻനിഫ്റ്റിയും നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ ഇതിന്റെ മുകളിലേക്ക് ബൗൺസ് ചെയ്ത ബയർ ഓപ്പർച്യൂണിറ്റി ഫിൻനിഫ്റ്റി വന്നിരിക്കുന്ന ലോയും നിങ്ങൾ ശ്രദ്ധിക്കുക കഴിഞ്ഞ ദിവസത്തിൽ. അപ്പൊ അതിനുശേഷം ഇതിന്റെ ഒരു മുകളിലായിരുന്നു ഫിൻനിഫ്റ്റിയുടെ സസ്റ്റെയിൻ ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയും സിറ്റുവേഷനും ഇത് തന്നെയാണ് സിറ്റുവേഷൻ ആയിരുന്നത്. 49,930 ഈ റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്തു. ഇതാണ് റെസിസ്റ്റൻസ്. ഇതാണ് 930 മുകളിലേക്ക് ബ്രേക്ക് ചെയ്തിരിക്കുന്ന ഒരു ക്യാൻഡിൽ. ഇതാണ് 49,900. 930 മുകളിലേക്ക് ബ്രേക്ക് ചെയ്തതിന് ശേഷം ശ്രദ്ധിക്കുക, അതിലൊരു താഴത്തേക്ക് മാർക്കറ്റ് പോയിട്ടില്ല. അതിനനുസരിച്ചാണ് നമുക്ക് ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് തന്നെയാണ് നമ്മൾ വരും ദിവസങ്ങളിലായാലും ബാങ്ക് നിഫ്റ്റിനെ മാനേജ് ചെയ്യാൻ പോകുന്നത്, ഫിൻനിഫ്റ്റിനെ മാനേജ് ചെയ്യാൻ പോകുന്നത്. ഏതാണ് റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയും ഇതേ സിറ്റുവേഷൻ ആണ്, നിഫ്റ്റിയുടെ സെയിം സിറ്റുവേഷൻ ആണ്. ഓപ്പൺ ചെയ്യുന്ന വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 29,235 മുകളിലാണെങ്കിൽ ബൈ ആണ്, ബൈക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. ഹയർ ലെവലിലേക്ക് വേറെ റെസിസ്റ്റൻസ് ഇല്ല. ഇൻ കേസ് വലിയ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്, റെസിസ്റ്റൻസിന്റെ താഴെയാണെങ്കിൽ ചെറിയ ടൈമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 50,160 സപ്പോർട്ടാണ്. 160 ഹോൾഡ് ചെയ്യുന്നത് നോക്കുക. 160 ബ്രേക്ക് ചെയ്താൽ ഹയർ ലെവലിൽ നിന്നുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. 50,085 അടുത്തൊരു സപ്പോർട്ട് വരുന്നത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊരു റേഞ്ച് ആണ്. അതായത് തൊട്ടടുത്താണ് നൽകിയിരിക്കുന്നത് 50,060 85. അതായത് ഇതിന്റെ ഒരു താഴത്തേക്ക് പോയാലും 50,060 മുകളിലല്ല ബയർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. 50,085 മുകളിലാണ് ബയർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പൊ ഇൻ കേസ് ഇതിന്റെ ഒരു താഴത്തേക്ക് പോയി ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത ബയർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 49,935 അടുത്തൊരു സപ്പോർട്ട്. ലോവർ ലെവൽ ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്, ഈ ഒരു സപ്പോർട്ട് ഒരു താഴെയാണെങ്കിൽ ക്വിക്ക് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മാർക്കറ്റിൽ കിട്ടും. 49,820 സപ്പോർട്ടാണ്. അതിനുശേഷം 49,750 സപ്പോർട്ട്. 750 ഹോൾഡ് ചെയ്തുകൊണ്ട് 820 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബയർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 750 താഴെ 500 ആണ് സപ്പോർട്ട്. 500 താഴത്തേക്ക് പോയാലും 500 മുകളിൽ പോയി കഴിഞ്ഞാൽ ബൈ.
ബൈ ആണ്. അതേ സെന്റിമെന്റിൽ മാർക്കറ്റ് മാനേജ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിന്റെ താഴത്തേക്ക് പോയാൽ ഇതിന്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഷോർട്ട്സിന്റെ പൊസിഷൻ ഹോൾഡ് ചെയ്യരുത്. ക്വിക്കായിട്ടുള്ള ഒരു ബൗൺസ് മാർക്കറ്റിൽ കിട്ടും, അതിനനുസരിച്ച് മാനേജ് ചെയ്യുക. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ആയാലും ഇതിന്റെ ഒരു താഴത്തേക്ക് ക്ലോസിംഗ് ബേസിസിൽ നിലനിർത്തി കഴിഞ്ഞാൽ 49,530 താഴത്തേക്ക് ക്ലോസിംഗ് ബേസിസിൽ നിലനിർത്തി കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഹയർ ലെവലിൽ പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഈ ഒരു ലെവലിൽ ലോവർ ലെവൽ ഇതൊക്കെ അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസുകളാണ് വരുന്നത്. ഫിൻ നിഫ്റ്റി നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും, ഏതാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് നോക്കാം. ഫിൻ നിഫ്റ്റി ആയാലും ഇന്ന് ഹോൾഡ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന സപ്പോർട്ട് ഹോൾഡ് ചെയ്തിട്ടാണ് ഫിൻ നിഫ്റ്റി നിലനിൽക്കുന്നത്. ഈ ഒരു സപ്പോർട്ട് തന്നെ നമുക്ക് മാനേജ് ചെയ്യാം. വേറെ സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. നിഫ്റ്റിനെ മാനേജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ലോവർ ലെവലിൽ 22,285, 22,230 ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ലെവലാണ്. ഇതിൻ്റെ ഒരു താഴത്തേക്ക് വന്നതിന് ശേഷം 230 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈ ആണ്, ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈ ആണ്. ഒരു ലെവലിലൊക്കെ ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടി കഴിഞ്ഞാൽ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകാവുന്നതാണ്. ഹയർ ലെവൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് വർക്ക് ചെയ്യും. 22,445 മുകളിലാണെങ്കിൽ ബൈക്ക് തന്നെയാണ് സാധ്യത. അടുത്ത റെസിസ്റ്റൻസ് 22,510 ഓപ്പൺ ചെയ്യുന്നത് 22,510 മുകളിലാണ്. 510 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ പ്രോഫിറ്റ് ബുക്കിംഗ് സാധ്യത. 22,445 ബ്രേക്ക് ചെയ്താൽ പ്രോഫിറ്റ് ബുക്കിംഗ് സാധ്യതയുണ്ട്. 350 സപ്പോർട്ട് നമ്മൾ നൽകിയിരിക്കുന്ന സപ്പോർട്ടാണത്. അപ്പൊ ഈ ഒരു സപ്പോർട്ടും കൂടി ബ്രേക്ക് ചെയ്താൽ, ഒരു സപ്പോർട്ട് അതായത് 22,350 എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് ഇവിടെയാണ് വരുന്നത്. ഈ ഒരു സപ്പോർട്ടും കൂടി ബ്രേക്ക് ചെയ്താൽ, അല്ലെങ്കിൽ ഇതിന്റെ ഒരു താഴെ ഓപ്പൺ ചെയ്താൽ, ചെറിയ ടൈം ഫ്രണ്ടിൽ ലോ ബ്രേക്ക് ചെയ്താൽ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷേ ഈ ഒരു ലെവലിൽ യൂട്ടിലൈസ് ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം, തൊട്ടടുത്ത് സപ്പോർട്ട് ഉണ്ട് 340 പോയിന്റ് ഡിഫറൻസിൽ സപ്പോർട്ടായിട്ട് നിലനിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ വോളുണ്ട്, വോളറ്റാലിറ്റി കൂടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ നിന്ന് ഫാള് വന്നാൽ ഈ ഒരു ലെവലിൽ ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്ത് പോകുന്നത് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ മാത്രം പൊസിഷൻ ഹോൾഡ് ചെയ്യുക. നല്ല ബൈർ ഓപ്പർച്യൂണിറ്റി റൈറ്റ് സപ്പോർട്ടിന്റെ അടുത്ത് നിന്ന് കിട്ടും. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇത്ര ലെവലുകൾ ഫോളോ ചെയ്ത് എക്സാക്ട് ട്രെൻഡിൽ നിലനിൽക്കുക. മാർക്കറ്റിലെ വലിയ വരും ദിവസം വീഡിയോസിൽ വീണ്ടും കാണാം. താങ്ക് യു.